വണ്ടൂർ തരങ്കിണി സിൽവർ ജ്വല്ലറിയുടെ പുറകുവശത്തെ ചുമര് തുറന്ന് അകത്തു കടന്ന് 19 ലക്ഷം രൂപ വിലമതിക്കുന്ന വെള്ളിയാഭരണങ്ങൾ കവർച്ച ചെയ്ത കേസിൽ കുപ്രസിദ്ധ അന്തർസംസ്ഥാന മോഷ്ടാവ് ഗൂഡല്ലൂർ എരുമാട് സ്വദേശി ജോസ് മാത്യു എന്ന എരുമാട് ജോസിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. മോഷണത്തിന് ശേഷം ഒളിവിൽ പോയ ജോസിനെ എറണാകുളം കളമശ്ശേരിയിൽ ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് അറസ്റ്റ് ചെയ്തത്. ദേഹമാസകലം മറച്ച് മോഷണത്തിനെത്തിയ പ്രതിയുടെ ദൃശ്യങ്ങൾ കടയിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിരുന്നു. തുടർന്ന് വണ്ടൂരിലെയും പെരിന്തൽമണ്ണ, പാലക്കാട്, കോഴിക്കോട്, ഗൂഡല്ലൂർ ഭാഗങ്ങളിലുമായി 300-ൽ പരം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതിയിലേക്കെത്തിയത്. കളമശ്ശേരിയിലെ ആഡംബര ലോഡ്ജിൽ മത്സ്യകൃഷി ഓഫീസർ എന്ന് പറഞ്ഞാണ് ഇയാൾ താമസിച്ചിരുന്നത്. ഇക്കഴിഞ്ഞ മെയ് 20-ന് പുലർച്ചെയാണ് കടയിൽ മോഷണം നടന്നത്. മോഷണ വസ്തുക്കളുമായി വേഷം മാറി ബസ്സിൽ പാലക്കാട്, കോയമ്പത്തൂർ, സേലം എന്നിവിടങ്ങളിലെത്തി ആഭരണങ്ങൾ 4.5 ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്തി. ആഡംബര ജീവിതം നയിക്കുന്നതിനാണ് പ്രതി മോഷണം മുതൽ വിറ്റുകിട്ടിയ പണം ഉപയോഗിച്ചത്. ആഡംബര മുറിയിൽ താമസം, വിലപിടിപ്പുള്ള മദ്യം, സ്പാ, വില കൂടിയ മൊബൈൽ ഫോൺ, ബ്രാൻഡഡ് കമ്പനിയുടെ വസ്ത്രങ്ങൾ എന്നിവയാണ് ഉപയോഗിച്ചിരുന്നത്. ബാക്കി പണം ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ പ്രതിക്ക് 70 ലക്ഷം രൂപയുടെ നിക്ഷേപമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തമിഴ്നാട്, എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി 150ഓളം കവർച്ചാ കേസുകളിൽ പ്രതിയാണ് ജോസ് മാത്യു എന്ന് പോലീസ് അറിയിച്ചു. കളമശ്ശേരിയിൽ ഒളിവിൽ താമസിച്ച് പറവൂരിൽ ഒരു വലിയ ജ്വല്ലറിയിൽ മോഷണം നടത്താൻ പദ്ധതി ആസൂത്രണം ചെയ്യുന്നതിനിടയിലാണ് ജോസിനെ വണ്ടൂർ പോലീസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം മോഷണം മുതൽ വിറ്റ സേലത്തെ കടകളിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തും. വണ്ടൂർ SI വിഷ്ണു, ASI മധു കുര്യാക്കോസ്, പ്രത്യേക അന്വേഷണ സംഘത്തിലെ ആഷിഫ് അലി KT, സാബിർ അലി P, സജീഷ് P, സജേഷ് CK, കൃഷ്ണദാസ് M എന്നിവരാണ് പ്രതിയെ കളമശ്ശേരിയിലെത്തി അറസ്റ്റ് ചെയ്തത്. ഈ ചാനൽ ന്യൂസ്, വണ്ടൂർ. ഇടനെഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം. എംപയർ കോളേജ് ഓഫ് സയൻസ്. Empire College of Science, Moondal, Kuttipuram, Malappuram.